അപ്പോൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, അല്ലെങ്കിൽ പ്രാക്ടീസസ്. ഇത് എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ കൺസെപ്റ്റുകളെ, ഈ റൂളുകളെ, ഈ പ്രിൻസിപ്പിൾസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് യൂണിവേഴ്സലി അല്ലെങ്കിൽ ഓൾ ഓവർ എല്ലാവരും അക്കൗണ്ടിങ് വർക്ക് ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കമ്പാരിസൺ എളുപ്പം, നമുക്ക് കമ്പയർ ചെയ്യാനും, ഒരു സ്ഥലത്ത് വേറെ മറ്റൊരു സ്ഥലത്ത് വേറെ എന്നുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളനുസരിച്ച് അക്കൗണ്ടിങ് വർക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതകളുണ്ട്. പേഴ്സണലായിട്ടുള്ള പലതരത്തിലുള്ള രീതിയിലുള്ള തെറ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരു കമ്പാരിസൺ നമുക്ക് പോസിബിൾ ആവില്ല. അപ്പം അതുകൊണ്ട് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ അധികം കൺസെപ്റ്റുകളുടെ, പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ ബേസിലാണ്, റൂൾസിൻ്റെയൊക്കെ ബേസിലാണ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സും അത് നടത്തുന്ന ആള്, പ്രൊപ്രൈറ്റർ, ബിസിനസ് നടത്തുന്ന ആളും രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതായത് പ്രൊപ്രൈറ്റർ ബിസിനസ്സിലേക്ക് ഒരു 1,00,000 രൂപ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. 1,00,000 രൂപ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ബിസിനസ് എന്താ ചെയ്യുന്നത്, ഈ പ്രൊപ്രൈറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഈ ക്യാഷ് എന്താ ചെയ്യുന്നത്, വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, ബോറോ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഈ പ്രൊപ്രൈറ്ററിൽ നിന്ന് മാറി ബിസിനസ് വേറെ ഒരു എൻറ്റിറ്റി, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ബിസിനസ്സിനുള്ളത് കൊണ്ട് ഈ 1,00,000 രൂപ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എന്താണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ ഇയാളുടെ പേര് ഇപ്പം അരുൺ എന്നാണെന്ന് വെക്കുക. അരുൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, ഈ 1,00,000 രൂപ അരുണിന് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കേണ്ട ക്യാഷാണ്. അതുകൊണ്ടാണ് ഈ അരുൺ, നമ്മൾ ഏത് എൻട്രി എഴുതുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1,00,000 ഇങ്ങനെ ഒരു ജേണൽ എൻട്രി വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ കാരണം ബിസിനസ്സും പ്രൊപ്രൈറ്ററും രണ്ടാണ്. അപ്പോൾ ഈ ക്യാഷ് എന്തായാലും തിരിച്ച് പ്രൊപ്രൈറ്റർക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഒരു ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുക. ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ കാരണം തന്നെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ലയബിലിറ്റി, ക്യാപിറ്റലിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പ്രൊപ്രൈറ്റർ ആൻഡ് ബിസിനസ്, അല്ലേ, എന്താണ്, ബിസിനസ് പ്രൊപ്രൈറ്ററിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലനിൽപ്പുണ്ട്, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, അല്ലേ, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് അടുത്ത കാലത്തൊന്നും നിർത്തി പോകാനായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. കണ്ടിന്യൂ ഫോർ എവർ. എന്തൊക്കെ
എന്തൊക്കെ സംഭവിച്ചാലും, ഇപ്പോൾ പ്രൊപ്പറേറ്റർക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തു വേണേലും സംഭവിക്കാം. പക്ഷെ എന്നാലും ബിസിനസ്സിന് എന്തുണ്ട്, ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു എന്താണ്, ഒരു കണ്ടിന്യൂയിങ് ഒരു നേച്ചറാണ്. ഗോയിങ് കൺസേൺ എന്താണ്, ബിസിനസ് അടുത്തിടെ ഒന്നും അങ്ങനെ നിർത്തില്ല. ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് പീരിയഡിലോട്ട് എന്താണ് ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു നിലനിൽപ്പുണ്ട്. ബിസിനസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂ ഫോർ എവർ. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ മണി വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. മണി വാല്യൂവിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ബിസിനസ്സിലോട്ട് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരാൾ എഫിഷ്യൻ്റ് ആണ്, ഒരു വർക്കർ അവിടെ എഫിഷ്യൻ്റ് ആണ് എന്നോർത്ത് എഫിഷ്യൻസി നമ്മളിവിടെ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. പണത്തിൻ്റെ മൂല്യത്തിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അത്തരത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ, മണി വാല്യൂ പണത്തിൻ്റെ മൂല്യം, പണം ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതോ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടെയുള്ള അറ്റ്മോസ്ഫിയറോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ്? ഡ്യുവൽ ആസ്പെക്റ്റ് അല്ല, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് അക്കൗണ്ടിങ് ഒരു പീരിയഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. എന്താ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ബിസിനസ് എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് നേച്ചറിലുള്ളതാണെന്ന് അല്ലേ. ഇങ്ങനെ ഗോയിങ് ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആവുമ്പോൾ ബിസിനസിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ആണ്, എന്താ പറയുന്നത്, ഇങ്ങനെ കണ്ടിന്യൂയിങ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. റിസൾട്ട് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ എന്താണ്, അതിന്റെ നിലവിലുള്ള പൊസിഷൻ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ഒരു പീരിയഡിനെ എന്ത് ചെയ്യണം, ഈ ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ എന്ത് ചെയ്യണം, പല ഇൻ്റർവെൽസ് ആയിട്ട് നമുക്ക് തിരിക്കണം. അതായത് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നാളേക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ടാണോ കണ്ടുപിടിക്കുന്നത്. സാധാരണ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് 1 ജാനുവരി തൊട്ടിട്ട് 31 ഡിസംബർ വരെ ഉള്ള പ്രവർത്തനം, ഇവരുടെ വർക്കിംഗ്, ബിസിനസിന്റെ ലാഭനഷ്ടങ്ങൾ, ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ കലണ്ടർ ഇയറിനെ ബേസ് ചെയ്തിട്ട്, കലണ്ടർ ഇയർ ജനുവരി സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ എൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഏപ്രിൽ തൊട്ടിട്ട് 31 മാർച്ച് വരെ ഒരു 12
12 മന്ത്സിലേക്കുള്ള നമ്മൾ അക്കൗണ്ട്സ് എടുത്തിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നു. പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ എന്താണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്താണ്, റിസൾട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മൊത്തം ആ ബിസിനസ്സിന്റെ ആ ഒരു കാലയളവ് നമ്മൾ ഗോയിങ് കൺസെപ്റ്റിൽ പറഞ്ഞു, അത് ഇൻഡെഫിനിറ്റ് പീരിയഡിലോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക കാലയളവിലേക്ക് നമ്മൾ തിരിച്ച് കണ്ടുപിടിക്കുന്നു. അതാണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി 12 മന്ത്സ് ആയിരിക്കും. ചിലർ എന്താണ് ഹാഫ് ഇയർലി ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഈ നെക്സ്റ്റ് 5ാമത്തെ കൺസെപ്റ്റ് കോസ്റ്റ് കൺസെപ്റ്റ്. ഇതെല്ലാം നമ്മളിപ്പോൾ പഠിക്കുന്ന കൺസെപ്റ്റുകളെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓരോന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റ് സൈഡിൽ കാണിക്കുന്നത്, കോസ്റ്റ് കൺസെപ്റ്റ് എന്താണ്, മാച്ചിങ് കൺസെപ്റ്റ് എന്താണ്, അങ്ങനെ ഡയറക്റ്റ്ലി ഒന്നും ചോദിക്കില്ല. നമ്മൾ ഈ കൺസെപ്റ്റുകൾ പഠിച്ചിരുന്ന ക്വസ്റ്റ്യൻ, ഞാൻ അതിൻ്റെ ഈ ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം, റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു കീ വേർഡ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇതാണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു അസറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസിനാണ്, അല്ലാതെ മാർക്കറ്റ് പ്രൈസിലല്ല. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, അസറ്റ് വാങ്ങിയ വില അല്ലെ. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റ് വാങ്ങിയ വില. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിലവിലുള്ള വില. അപ്പൊ എപ്പോഴും നമ്മൾ അസറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും, എന്തിന്റെ ബേസിലായിരിക്കും, കോസ്റ്റ് പ്രൈസിലായിരിക്കും. കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസറ്റുകൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ എന്തിന്റെ ബേസിലല്ല, മാർക്കറ്റ് പ്രൈസിന്റെ ബേസിലല്ല. കാരണം മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരം അസറ്റുകൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരു പർച്ചേസ് പ്രൈസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ഥാപനത്തിലെ എല്ലാ assets are to be recorded in the books of accounts at their purchase price, that is cost price, not in market price. Market priceilalla, not at the market price. Market priceilalla നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, മറിച്ച് എന്താണ്, കോസ്റ്റ് പ്രൈസിലാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് കൊടുക്കും, ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യും അല്ലെ. ഈച്ച് ഇയർ നമ്മൾ എന്ത് ചെയ്യും, ഇത്ര വാല്യൂ, നമ്മൾ വാങ്ങിച്ച വില തന്നെ ആയിരിക്കില്ലല്ലോ, അസറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് എന്ത് വരുന്നുണ്ട്, തേയ്മാനം വരുന്നുണ്ട്. അതിനൊരു ചാർജ് നമ്മൾ ചെയ്യും. എന്തായാലും ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്, കോസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് എല്ലാ അസറ്റ്സും എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏത് പ്രൈസിനാണ്, കോസ്റ്റ് പ്രൈസിനാണ്, അതായത് പർച്ചേസ് പ്രൈസിനാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്റ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ഡ്യുവൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്, രണ്ട്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെ, രണ്ട് ആസ്പെക്റ്റ് നമ്മളിവിടെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യും. ഏതൊക്കെയാ രണ്ട് ആസ്പെക്റ്റുകൾ? അപ്പൊ നമ്മൾ കൊടുത്താൽ കിട്ടുമെന്ന് പറയണ പോലെ
എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു ട്രാൻസാക്ഷന് രണ്ട് ഇഫക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ്സിലോട്ട് മെഷീനറി എന്ത് ചെയ്തു, എക്സാമ്പിൾ പറയാണ്, മെഷീനറി പർച്ചേസ് ചെയ്തു. ഇപ്പൊ ഇതിന്റെ രണ്ട് ആസ്പെക്ട് എന്തൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് എന്ത് ചെയ്തു, ബിസിനസ്സിലോട്ട് മെഷീനറി എന്ത് ചെയ്തു, വന്നു അല്ലേ. മെഷീനറി ബിസിനസ്സിലോട്ട് വന്നു. നമ്മൾ എങ്ങനെ പർച്ചേസ് ചെയ്ത്, ക്യാഷ് കൊടുത്താ വാങ്ങിച്ചെന്ന് വിചാരിക്കുക. ക്യാഷ് കൊടുത്താ വാങ്ങിച്ചെങ്കിൽ ക്യാഷ് എന്ത് ചെയ്തു, ക്യാഷ് എന്ത് ചെയ്തു, പോയി. ഇനി ക്രെഡിറ്റിനാ മേടിച്ചെങ്കിൽ അത്രയും ക്രെഡിറ്റേഴ്സ് അവിടെ നമുക്ക് ലയബിലിറ്റി ആയിട്ട് വരും. അപ്പോ ഇതിന് തന്നെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒരു അസറ്റ് നമുക്ക് വന്നു, ഒരു അസറ്റ് പോയി. നമ്മുടെ അടുത്തുനിന്ന് പോയി. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു അസറ്റ് വന്നു, നമുക്ക് ഒരു ലയബിലിറ്റി അവിടെ ഉടനെ തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോ ക്യാഷ് കൊടുത്ത് മേടിച്ച കാരണം ക്യാഷ് എന്ന് പറയുന്നത് അവിടുന്ന് പോയി നമുക്ക് പറയാം. അപ്പോ എല്ലാ ട്രാൻസാക്ഷൻസിനും എന്ത് ഉണ്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്. ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. ഡെബിറ്റും ക്രെഡിറ്റും എല്ലാ ട്രാൻസാക്ഷൻസിനും ഉണ്ട്. അപ്പോൾ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എങ്ങനെയാ എൻട്രി വരുന്നത്, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പൊ ഇവിടെ ഡെബിറ്റ് ആസ്പെക്ട് ഏതാണ്, മെഷീനറി വന്നു, ക്യാഷ് എന്ത് ചെയ്തു, പോയി. അതുകൊണ്ടാണ് ക്യാഷ് ക്രെഡിറ്റ്, അതായത് അത്രയും കുറഞ്ഞല്ലോ ക്യാഷ്, അപ്പൊ അതിന് ക്രെഡിറ്റ്. അപ്പോൾ ഇതുപോലെ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ എന്താണ്, എല്ലാ ട്രാൻസാക്ഷൻസിനും എന്തുണ്ട്, രണ്ട് ആസ്പെക്റ്റുകളുണ്ട്, 2 ആസ്പെക്ട്സ്, വൺ ഗിവിംഗ് ആസ്പെക്ട് ആൻഡ് റിസീവിംഗ് ആസ്പെക്ട്. അപ്പോൾ ഗിവിംഗ് ആസ്പെക്ട് ആണ് ഡെബിറ്റ് ആസ്പെക്ട്, റിസീവിംഗ് ആസ്പെക്ട് ക്രെഡിറ്റ് ആസ്പെക്ട്. അപ്പോൾ ഇതൊരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ്, നമ്മുടെ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അക്കൗണ്ടിങ് ഇക്വേഷൻ അറിയാമോ? അതൊന്ന് കമന്റ് ചെയ്യണേ. അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അറിയുന്നവര്, വീഡിയോ കാണുന്നവര് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും അക്കൗണ്ടിങ് ഇക്വേഷൻസിന്റെ ബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് ഇക്വേഷന്റെ ബേസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കൺസെപ്റ്റ് ആണ് റിയലൈസേഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ്. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ്സിലെ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം. അപ്പോൾ ഈ റവന്യൂ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾക്ക് കിട്ടുന്ന ടൈമിൽ മാത്രമാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്, അക്കൗണ്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ പറഞ്ഞു 12 months നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മാസം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആക്ച്വലി സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വരുമാനം അങ്ങനെയല്ല. സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ട്, നമ്മുടെ ബിസിനസ് AB ലിമിറ്റഡ് ആണ്. ഈ AB ലിമിറ്റഡിൽ നിന്ന് ബിസിനസ് എപ്പോഴാണോ ഗുഡ്സ് B എന്ന് പറയുന്ന വ്യക്തിയിലോട്ട് സെയിൽ ചെയ്യുന്നത്, ആ ഒരു ടൈം എന്ന് പറയുന്നത് ഈ പീരീഡിൽ വരുന്നതാണെങ്കിൽ, അതായത് ഈ വർഷം സംഭവിക്കുന്നതാണെങ്കിൽ അത് മാത്രമേ നമ്മൾ എവിടെ കാണിക്കുള്ളൂ, സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കുള്ളൂ. അല്ലാതെ വിൽക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ അത് നമ്മൾ എന്ത് ചെയ്യില്ല. ഈ റിയലൈസേഷൻ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആക്ച്വലായിട്ട് സംഭവിക്കുമ്പോൾ മാത്രമേ ആ ഒരു പീരിയഡിൽ സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ ഗുഡ്സ് നമ്മൾ ആക്ച്വലി ഇവിടുന്ന് ഗുഡ്സ് വിറ്റിട്ടുണ്ട്, അതായത് ഗുഡ്സിന്റെ പൊസഷൻ AB ലിമിറ്റഡിൽ നിന്ന് ബിയിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സെയിൽ തന്നെയാണ്.
അത് പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾ അടുത്ത അതായത് 12 months എന്ന് പറയുമ്പോൾ ഏപ്രിൽ തൊട്ടിട്ട് മാർച്ച് വരെയാണ്, ഫസ്റ്റ് ഏപ്രിൽ തൊട്ടിട്ട് 31st മാർച്ച് വരെയാണ് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഏപ്രിൽ 2025 തൊട്ടിട്ട് 31st മാർച്ച് 2026 വരെയാണ്. പക്ഷെ നമ്മൾ പറയാണ് ഈ എ ബി ലിമിറ്റഡിൽ നിന്ന് പറയാണ് ഞങ്ങൾ ഏപ്രിലോട്ട് ഗുഡ്സ് വിൽക്കാം, അല്ലെങ്കിൽ ഏപ്രിലാണ് ആ ഗുഡ്സിന്റെ കൈമാറ്റം നടക്കുന്നതെങ്കിൽ, ഗുഡ്സ് കൊടുക്കുന്നതെങ്കിൽ, സെയിൽ നടക്കുന്നതെങ്കിൽ അതിന് എന്തെങ്കിലും അഡ്വാൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിൽ വരില്ല, നമ്മുടെ ഈ തവണത്തെ അക്കൗണ്ടിങ് പ്രിപ്പറേഷൻ നടക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നമ്മൾ എന്താ പറയുന്ന പ്രോഫിറ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട്, നമ്മൾ റവന്യൂ കാൽക്കുലേഷന് വേണ്ടിയിട്ട്, ഇൻകം കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് അൺഏൺഡ് ആയിട്ടുള്ള, അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഇൻകംസ് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, റവന്യൂസ് ഒന്നും തന്നെ നമ്മൾ അക്കൗണ്ടിലോട്ട് നമ്മൾ എടുക്കില്ല. നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ളത് മാത്രമേ നമ്മൾ എവിടെ കാണിക്കുള്ളൂ, റിയലൈസേഷൻ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ എന്ന് വിശ്വസിക്കും. അപ്പൊ അടുത്ത ഒരു കൺസെപ്റ്റ് ആണ് മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ്, മാച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുമല്ലോ എന്ത് ചെയ്യണം, മാച്ച് ആവണം. എന്ത്? എക്സ്പെൻസസും അതുപോലെ തന്നെ എന്താണ് റവന്യൂ അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ഇത് തമ്മിൽ എന്താവണം, മാച്ച് ആവണം. അപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ഉണ്ടാകുന്ന എക്സ്പെൻസസ്, ആ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ആ അക്കൗണ്ടിങ് പീരിയഡിൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കർ ചെയ്തതായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ ഈ അക്കൗണ്ടിങ് പീരീഡ്, നമ്മൾ പറഞ്ഞല്ലോ അക്കൗണ്ടിങ് പീരീഡിൽ ബിസിനസ്സിന് ലഭിക്കുന്ന വരുമാനം, അത് എന്താണ്, ആ വരുമാനം നമ്മൾ കാണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ അതാണ് പറയുന്നത്, ഇത് രണ്ടും തമ്മിൽ എന്താവണം, മാച്ച് ആവണം എന്നാണ് പറയുന്നത്. ഒരു വർഷം, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടല്ലോ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് നമ്മൾ നേരത്തെ മുൻകൂട്ടി നമ്മൾ ചില എക്സ്പെൻസുകൾ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട്, ഇപ്പോൾ പ്രീപെയ്ഡ് സാലറി നമ്മൾ കൊടുത്തു, സാലറി പ്രീപെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മുൻകൂട്ടി കൊടുക്കുകയാണ്. പക്ഷെ അവരുടെ സർവീസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള സർവീസിന് നമ്മൾ നേരത്തെ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളിപ്പോൾ എന്ത് ചെയ്യില്ല, ഈ സാലറി നമ്മൾ ഒരിക്കലും എന്തിൽ കാണിക്കില്ല. നിലവിൽ സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാണിക്കില്ല, ഈ പ്രീപെയ്ഡ് എമൗണ്ട് ലെസ് ചെയ്തിട്ടേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു മാച്ചിങ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എന്ത് റവന്യൂ ഉണ്ടായിട്ടുണ്ടോ ആ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ എന്ത് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടോ അത് തമ്മിലൊരു മാച്ചിങ് വേണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി 9ാമത്തെ കൺസെപ്റ്റ് ഫുൾ ഡിസ്ക്ലോഷർ. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കാണിക്കുക, വെളിപ്പെടുത്തുക എന്നുള്ള അർത്ഥമൊക്കെയാണ് അല്ലെ. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൽ പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഒരു പീരിയഡിൽ നടന്നിട്ടുള്ള നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റവന്യൂവിനെ, നമ്മുടെ പൊസിഷനെ, ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം,
കൃത്യമായിട്ട് കണക്കിലെടുക്കണം, അത് ഡിസ്ക്ലോസ് ചെയ്യുകയും വേണം. ഒരു കാര്യവും എന്ത് ചെയ്യാൻ പാടില്ല, ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ പാടില്ല എന്നാണ് ഇത് പറയുന്നത്. ഫുള്ളി അക്കൗണ്ട്സിൽ എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എങ്കിലും മാത്രമേ ഇൻട്രസ്റ്റഡ് പാർട്ടീസിനൊക്കെ അത് ജെന്യുവിൻ ആയിട്ട് നമുക്ക് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താ ഈ പ്രിൻസിപ്പിൾ പറയണേന്ന് മനസ്സിലായോ? റിക്വേഴ്സ് ദാറ്റ് ഓൾ മെറ്റീരിയൽസ് ആൻഡ് റെലവൻറ്റ് ഫാക്ട്സ്, എന്താണ്, ഫിനാൻഷ്യൽ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എൻ്റർപ്രൈസിൻ്റെ എല്ലാ തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് ഈ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ്, കൺസിസ്റ്റൻസി കൺസെപ്റ്റ് ആണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് മെത്തേഡ്സ് എന്ത് ചെയ്യരുത്, അക്കൗണ്ടിങ് മെത്തേഡ്സ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. നമ്മൾ നിലവിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അല്ലാതെ എപ്പോഴും ഓരോരോ പീരീഡ് ആകുമ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ കമ്പാരിസൺ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് വരും. അപ്പോൾ ഒരേ രീതി തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്താണോ, ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ കൺസിസ്റ്റൻസി കൺസെപ്റ്റ് പറയുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഇതിൽ പറയുന്നത് പ്രോഫിറ്റ് നമുക്ക് കിട്ടുമ്പോൾ മാത്രം, റവന്യൂ അല്ലെങ്കിൽ ഇൻകം നമുക്ക് കിട്ടുമ്പോൾ മാത്രം അത് എന്ത് ചെയ്താൽ മതി, കണക്കിലെടുത്താൽ മതി. പക്ഷേ ലോസസ് നമ്മൾ എപ്പോഴും ഒരു റിമോട്ട് പോസിബിലിറ്റി ആണുള്ളത്, അത് വരാനുള്ള ഒരു ചെറിയ സാധ്യതയാണെങ്കിൽ പോലും അതെന്ത് ചെയ്യണം, അതിനുള്ള ഒരു കരുതൽ നമ്മൾ എടുത്തിരിക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതിനുള്ള ഒരു കരുതൽ നമ്മൾ എടുത്തിരിക്കണം, അതിനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ എടുത്തിരിക്കണം. ഇതാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറയും. കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ്. അപ്പോൾ കൺസർവേറ്റിസം കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ്, കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ്, ഏതാണോ കുറവ് അതാണ് നമ്മൾ എവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷന് വേണ്ടി എടുക്കുന്നത്. അത് ഈ ഒരു കൺസർവേറ്റിസം കൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ചെറിയ പോസിബിലിറ്റി, നഷ്ടം വരാനുള്ള ഒരു ചെറിയ സാധ്യതയാണെങ്കിലും അതിനുള്ള ഒരു കരുതൽ നമ്മളിവിടെ എടുത്തിരിക്കുക. അതുപോലെ തന്നെയാണ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിനുള്ള, നമുക്ക് ചിലപ്പോൾ ഇത് ബാഡായി പോവും, കിട്ടാൻ സാധ്യതയില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ ഡെറ്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഉള്ള ഡെറ്റ്സൊക്കെ നമ്മൾ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ ഉണ്ടാക്കുന്നത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് കൃത്യസമയത്ത് നമുക്ക് ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിസ്കൗണ്ട് പോലെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കൺസർവേറ്റിസം കൺസെപ്റ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റാണ് ഒബ്ജക്റ്റീവിറ്റി ഓർ വെരിഫയബിലിറ്റി കൺസെപ്റ്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വെരിഫയബിൾ. നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കുന്ന എല്ലാത്തിനും കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരിക്കണം. ഡോക്യുമെന്റൽ
റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ജേണലിൽ, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആയ ജേണലിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ, ഒരു പർച്ചേസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എന്ത് വേണം? വൗച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വേണം. ക്യാഷിനാണെങ്കിൽ റെസിപ്റ്റ്, അതിനും ബില്ല്, എല്ലാത്തിനും ഒരു ഡോക്യുമെന്റൽ ഒരു എന്ത് വേണം? എവിഡൻസ്, ഡോക്യുമെന്റൽ എവിഡൻസ് എന്ത് വേണം? വേണം. അതാണ് ഒബ്ജക്റ്റിവിറ്റി ഓർ വെരിഫയബിലിറ്റി കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിക്കണം. ഈ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അത്ര ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുന്ന ഒരു എന്താ പറയുന്നത്, ഈ ഒരു സെറ്റപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇതായിന്ന് വരില്ല. പക്ഷെ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടും ടോപ്പിക്സ് പെട്ടെന്ന് ഇത് ചെയ്യാൻ എന്താ പറയുന്നത്, പെട്ടെന്ന് കവർ ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുക, ആവശ്യമുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.